നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 222ാമത്തെ എപ്പിസോഡാണ്. ഇപ്പം 3 ദിവസമായിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഈ ഡേറ്റൊക്കെ നോക്കിയപ്പോൾ എനിക്ക് സംഖ്യാജ്യോതിഷം അനുസരിച്ച് ഇന്ന് 20 ഡേറ്റ്, ഫെബ്രുവരി 20. അപ്പം എൻ്റെ ഈജിപ്ഷ്യൻ ന്യൂമറോളജി അനുസരിച്ച് ശശികുമാർ എന്നുള്ള പേരിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ, അതായത് ഡെസ്റ്റിനി നമ്പർ എന്ന് പറയും, 20 വരുന്നത്. അപ്പോൾ നല്ലൊരു ദിവസമെന്ന് അറിഞ്ഞുകൊണ്ട് എന്നാൽ ഒരു പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ് ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും ഭാര്യയും ഭർത്താവും ഒക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഈ പ്രത്യേകിച്ചും ഭാര്യമാർ എങ്ങനെയാണ് ഒരു ഭർത്താവിൽ നിന്ന് എന്തൊക്കെയാണ് ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ ടൈറ്റിൽ ഇതാണ്: ദി കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് എ വൈഫ് ഫ്രം ഹർ ഹസ്ബൻഡ്. അതായത് എല്ലാത്തിലുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഭഗവത്ഗീത, പിന്നെ പുരാണങ്ങൾ, ഇതിനകത്തുള്ള എല്ലാം കൂടെ ചേർത്ത് ആണ് ഈ എപ്പിസോഡ്. വലിയ എപ്പിസോഡൊന്നും, വലിയ വീഡിയോ ഒന്നുമല്ല, വളരെ ഒരു മീഡിയം ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒന്നാമതായിട്ട് പറയുന്നത്, ഞാനൊരു ഒരു വെസ്റ്റേൺ പിന്നെ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ബുക്ക് വായിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്ത്രീ ഭർത്താവിന് എന്തൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത്, അപ്പം പിന്നെ വെസ്റ്റേൺ ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഇച്ചിരി വ്യത്യാസമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം എടുത്തിട്ടുള്ളൂ. അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു ഭർത്താവിൽ നിന്നും ഭാര്യ എപ്പോഴും ആഗ്രഹിക്കുന്നത് അഭിനന്ദനമാണെന്നാണ്. അഭിനന്ദനം, അതായത് ഒരു അപ്രിസിയേഷൻ. അതെനിക്കും തോന്നിയിട്ടുണ്ട് ശരിയാണ്. കാരണം പലപ്പോഴും പലരും ഒരു ഭാര്യയെ അഭിനന്ദിക്കാൻ ഒരു മടി കാണിക്കുന്ന കൂട്ടത്തിലാണ് ഇക്കാലത്ത്. പ്രത്യേകിച്ച് ഇക്കാലത്ത് എല്ലാവരും ഞാനെന്ന ഭാവമാണ്. ഒരു ഞാനാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാര്യയോട് തുല്യ സ്റ്റാറ്റസുള്ള ഭാര്യയോട് പോലും ആ ഈഗോ കാണിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് ആളുകൾ. അതുകൊണ്ടാണ് ആദ്യമായിട്ട് അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് കണ്ടത് ഞാനിതാണ്. ഈ ഭർത്താവിൽ നിന്ന് എപ്പോഴും ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവിൽ നിന്നൊരു ഭാര്യ ആഗ്രഹിക്കുന്നത്, പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു അഭിനന്ദനമാണ്. അത് അവരുടെ സൗന്ദര്യത്തെ പറ്റിയാകാം, പിന്നെ പാചകകലയെ പറ്റിയാകാം, എന്തിനെ പറ്റിയോ ആകാം. പക്ഷേ ഒരു അഭിനന്ദനം അവർ എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി മനഃശാസ്ത്രം അനുസരിച്ച് ഒരു വിജയിയായ പുരുഷൻ്റെ പുറകിൽ ഒരു സ്ത്രീയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എവരി സക്സസ്ഫുൾ മാൻ ഹാസ് എ വൈഫ് ബിഹൈൻഡ് ഇറ്റ്. അത് വെച്ചാൽ എല്ലാവരുടെയും ഒരു വിജയിയായിട്ടുള്ള ഒരു പുരുഷൻ്റെ പുറകിൽ, അതായത് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് പുറകിൽ എന്ന് പറഞ്ഞാൽ. അല്ല പുറകിൽ ആയിരിക്കണം എന്നുള്ള ഉദ്ദേശമല്ല, ഒരു പുരുഷനെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നയിക്കുന്നതാണ് സ്ത്രീ എന്ന് പറയുന്നത്. അല്ലാതെ പുറകെ നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു പുരുഷനെ എപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എനിക്ക് തന്നെ ഒരു അനുഭവമുള്ള കാര്യമോ. കാരണം യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്ന കാര്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഒരു 3 വർഷം മുമ്പ്. ഇപ്പോൾ ഒരു 3 വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഏപ്രിൽ 10 ആകുമ്പോഴാണ് 3 വർഷം ആകുന്നത്. അതിനകത്ത് വെച്ചാൽ 222ാമത്തെ എപ്പിസോഡുകളാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതും എൻ്റെ ഭാര്യയായ BS ചന്ദ്രികയുടെ എല്ലാ സഹായവും സപ്പോർട്ടും എല്ലാം ഉണ്ടായിട്ട് തന്നെയാണ്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. അപ്പം ഞാൻ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിൽ എനിക്ക് ഉപദേശം തരികയൊക്കെ ചെയ്യുന്നൊരു പാർട്ടിയാണ്. വളരെ നന്ദിയുണ്ട്. അതുകൊണ്ട് ഈ എപ്പിസോഡ് എൻ്റെ ഭാര്യയായ ചന്ദ്രികയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക ഈ എപ്പിസോഡ്. ഇനി അടുത്തതായിട്ട് മനഃശാസ്ത്രം പറയുന്നത്, ഒരു ഭാര്യയ്ക്ക് എപ്പോഴും ശാരീരികമായും മാനസികമായും ഉള്ള സപ്പോർട്ട് ഭർത്താവ് കൊടുക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്ഷീണ സമയത്ത് അല്ലെങ്കിൽ ഒരു നടക്കാൻ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ആ ഭാര്യയെ സഹായിക്കാൻ, അതായത് പിന്നെ ശാരീരികമായിട്ടുള്ള ആവശ്യതയുള്ളപ്പോൾ നമ്മൾ ശാരീരികമായിട്ട് തന്നെ സഹായിക്കാനും ഒരു ഭർത്താവ് മുന്നിൽ അപ്പോൾ നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ചെയ്യണമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സപ്പോർട്ട് ചെയ്യണം. ചിലർക്ക് കണ്ടില്ല, അസുഖങ്ങളൊക്കെ വരുമ്പോൾ വലിയ നിരാശയായിരിക്കും, ഇനി ഞാനിനി എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ മാനസികമായിട്ടുള്ള നല്ല സപ്പോർട്ട് നമ്മൾ കൊടുത്തെങ്കിലേ അവർക്ക് അവരുടെ ആരോഗ്യം, മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടല്ലോ, ശാരീരിക ആരോഗ്യം കൂടാതെ മാനസിക ആരോഗ്യം തിരിച്ചു കിട്ടത്തുള്ളൂ. അതാണ് പറയുന്നത്.
പിന്നെ പറയുന്നത് ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും ഭാര്യയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പറയും ഞാനും ഭാര്യയും കൂടെ ഒരു 5-6 മണിക്കൂർ നേരം സീരിയൽ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടല്ല, ആ അരമണിക്കൂറല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫോണിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ എടുത്തിരുന്ന് സംസാരിക്കാറുണ്ട്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അല്ലാതെ തന്നെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു അരമണിക്കൂർ ദിവസവും മാറ്റിവെക്കണമെന്നാണ് അങ്ങേ അറ്റത്തെ സൈക്കോളജി വരെ പറയുന്നത്. മനഃശാസ്ത്രത്തിൻ്റെ അങ്ങേ അറ്റം വരെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് ഈ അരമണിക്കൂർ അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടായിരിക്കുമെന്ന് അവർ. പിന്നെ ഒരു ഭാര്യയോട് എപ്പോഴും അവളെ കെയർ ചെയ്യണം. അവളെ ഭാര്യയെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പം അവർ പ്രതീക്ഷിക്കാതെ നമ്മൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മതി, നല്ലൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നാണ് പറയുന്നത്. തിരിച്ചും ആകാം, ഭാര്യയ്ക്ക് ഭർത്താവിനോടും കൊടുക്കാം, ഭർത്താവിന് ഭാര്യയ്ക്കും കൊടുക്കാം. ഇവിടെ ഭാര്യയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, ഭർത്താവിൽ നിന്നും പ്രതീക്ഷിതമായിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഒരു കാരണവശാലും മറ്റുള്ള കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ കളിയാക്കാൻ പാടില്ലെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തെറ്റുകുറ്റങ്ങളില്ലാത്ത ആരുമില്ലല്ലോ. അപ്പം ഭാര്യയ്ക്കും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് മറ്റുള്ള കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള കുടുംബാംഗങ്ങളെ ഭാര്യയും ഭർത്താവായിട്ടുള്ള തർക്കങ്ങളിൽ ഒരിക്കലും ഒരു കാരണവശാലും അവരെ ഇടപെടുത്തരുതെന്നാണ് പറയുന്നത്. അത് എത്ര അടുത്ത ബന്ധമായാലും ശരി, ഭാര്യയും ഭർത്താവായിട്ടുള്ള വഴക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കത്തിൽ ഒരു മൂന്നാമതൊരാളെ, അത് സൈക്കോളജി പ്രത്യേകം പറയുന്നൊരു കാര്യമാണ്, മനഃശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, മൂന്നാമതൊരാളിനെ ഒരു കാരണവശാലും നമ്മൾ ഇടപെടുത്തരുതെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഭാര്യ ഇപ്പോൾ ശാരീരിക അസ്വസ്ഥത എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കണം. അത് സാരമില്ല എന്ന് പറയുന്നത് മാത്രമല്ല, അതിനുള്ള എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വീട്ടിലൊരു ദിവസം ആഹാരം വയ്ക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിന്നെ ഹോട്ടലിൽ നിന്ന് നമ്മളും കൂടെ സഹായിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ സഹായിക്കുകയോ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുമോ, അങ്ങനെയൊക്കെയുള്ള സഹായം ചെയ്യണമെന്നാണ് പറയുന്നത്. ഭാര്യയ്ക്ക് എന്നും അങ്ങനെ വരത്തില്ലല്ലോ, ശാരീരിക അസ്വസ്ഥത ഉള്ളപ്പോൾ നമ്മളങ്ങനെ സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും സൈക്കോളജി പറയുന്നതാണ് കേട്ടോ. പിന്നെ മനഃശാസ്ത്രം വീണ്ടും പറയുന്നത്, ഒരു ഭാര്യയെ വാക്കുകൾ കൊണ്ട് പറയുന്നത് വരെ കാത്തിരിക്കാതെ, ഒരു ഭാര്യ നമ്മളോട് കാര്യങ്ങൾ പറയുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭാര്യയുടെ ഓരോ അവസ്ഥകളും നമ്മൾ സ്വയം മനസ്സിലാക്കി അവർ പറയുന്നത് വരെ കാത്തിരിക്കാതെ നമ്മൾ സ്വയം മനസ്സിലാക്കി അവരെ സഹായിക്കണമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ പിന്നെ ഒരു ഭർത്താവിന് കുടുംബത്തോട് എപ്പോഴും ഒരു കടപ്പാടുണ്ടാവണമെന്നും ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട്. ഭർത്താവ് അവരോട് സ്നേഹം കാണിക്കണം, കുടുംബത്തിനോട് കടപ്പാടും സ്നേഹമൊക്കെ കാണിക്കണമെന്നും ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന്. ഇനി തിരിച്ച് പുരുഷന്മാർക്ക് ഭാര്യയിൽ നിന്ന് വേണ്ടത് ഒരേ ഒരു കാര്യമുള്ളതെന്നാണ് പറയുന്നത്, അതായത് വിശ്വാസം മാത്രം, ട്രസ്റ്റ്. ഭാര്യയെ വിശ്വസിക്കാനുള്ള രീതിയിലുള്ള പെരുമാറ്റം, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല അതിനകത്ത്. അതൊരു അന്തസ്സുള്ള ഒരു കുടുംബജീവിതത്തിന് എപ്പോഴും പരസ്പര വിശ്വാസം വേണമല്ലോ, അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഭഗവത്ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഭാര്യാഭർത്തൃ ബന്ധത്തെപ്പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, ഭാര്യയെ തുല്യയായി കരുതണം. ഭാര്യയെ എപ്പോഴും, അത് നമ്മൾ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ഭാര്യയെ തുല്യമായിട്ട് തന്നെ കരുതണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആയിരക്കണക്കിന് വർഷം മുമ്പ് പറഞ്ഞിരിക്കുന്നതാണ്. ഭാര്യയെ തുല്യമായിട്ട് തന്നെ കരുതണം. പിന്നെ തുല്യമായിട്ട് തന്നെ ഭാര്യയ്ക്ക് എല്ലാ അവകാശങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പം ജോലി ഇല്ലാത്തൊരു ഭാര്യയാണെങ്കിൽ പോലും നമ്മൾ തുല്യമായിട്ടുള്ള പിന്നെ തുല്യത കൊടുക്കണം, തുല്യമായ സ്ഥാനം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരോട് വിശ്വസ്തത കാണിക്കണം, സ്വാർത്ഥ താല്പര്യമില്ലാതെ സ്നേഹം നൽകുകയും പരസ്പരം സേവന മനസ്ഥിതിയിൽ പെരുമാറുകയും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും സേവന മനസ്ഥിതിയോട് കൂടി വേണം പെരുമാറാൻ. അല്ലാതെ നീയാണ് ചെയ്യേണ്ടതൊക്കെ, എൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പാടില്ല ഒരു ഭർത്താവ്. പിന്നെ വീടും കുടുംബവും തന്നെയാണ് സ്വർഗം, അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. വീട്ടിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ എവിടെ ചെന്നിട്ടും നമുക്ക് സമാധാനം കിട്ടത്തില്ല. വീട്ടിലാണ് സ്വർഗവും നരകവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും പുരാണങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ നമ്മൾ തന്നെയാണ് സ്വർഗവും നരകവും ഉണ്ടാക്കുന്നതും. അത് വീടുകളാണ് എപ്പോഴും സ്വർഗത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ശ്രദ്ധയോടെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ വീട് സ്വർഗം തന്നെയാകും, അല്ലെങ്കിൽ നരകവും ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഭഗവത്ഗീത ഒരു കാര്യം കൂടെ
ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അത് അവരവരുടെ ധർമ്മം, ഭാര്യയ്ക്ക് ഉള്ള ധർമ്മം ഭാര്യയും ഭർത്താവിൻ്റെ ധർമ്മം ഭർത്താവും സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യണമെന്ന് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.